നമസ്കാരം. ശ്രേയസ് വാർത്തകളിലേക്ക് സ്വാഗതം. വാർത്തകൾ വായിക്കുന്നത് ജെൻസി ബിജു. സുരക്ഷാ പ്രഖ്യാപനം. സുരക്ഷ 2023 പദ്ധതിയുടെ ഭാഗമായി വയനാട് ജില്ലയിലെ മുഴുവൻ കുടുംബങ്ങളെയും സാമൂഹ്യ സുരക്ഷാ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയതിന്റെ പ്രഖ്യാപനം വയനാട് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ ഷംസാദ് മരക്കാർ, ജില്ലാ കളക്ടർ ഡോക്ടർ രേണുരാജ് എന്നിവർ ചേർന്ന് നടത്തി. സുരക്ഷ 2023 നൽകിയ സേവനത്തെ മാനിച്ചുകൊണ്ട് ശ്രേയസ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഫാദർ ഡേവിഡ് ആലിങ്കൽ, ബത്തേരി സാമ്പത്തിക സാക്ഷരതാ കൗൺസിലർ ശ്രീ ജിലി ജോർജ് എന്നിവരെ വേദിയിൽ ആദരിച്ചു. വയനാട് ജില്ലയിലെ പഞ്ചായത്ത് പ്രസിഡന്റുമാർ, ബാങ്ക് ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു. ശ്രേയസ് നാഷണൽ അവാർഡിന്റെ വിജയത്തിളക്കത്തിൽ. ഭിന്നശേഷിക്കാർക്കായി ശ്രേയസ് നടപ്പിലാക്കി വരുന്ന സ്പർശ് പ്രൊജക്ട് വീണ്ടും വിജയത്തിളക്കത്തിൽ. തുടർച്ചയായ 3-ാം വർഷമാണ് പ്രോഗ്രാം നടത്തിപ്പിന്റെ അംഗീകാരമായി ദേശീയ അവാർഡുകൾ ലഭിക്കുന്നത്. അഹമ്മദാബാദ് ആസ്ഥാനമായുള്ള സെൻസ് ഇന്ത്യ നൽകി വരുന്ന അവാർഡുകൾ മികച്ച സംരംഭക, മികച്ച രക്ഷകർത്താവ് എന്നീ വിഭാഗങ്ങളിലാണ് ലഭിച്ചത്. ശ്രേയസിനെ പ്രതിനിധീകരിച്ച് എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഫാദർ ഡേവിഡ് ആലിങ്കൽ, പ്രൊജക്ട് മാനേജർ ഷാജി KP, സ്പെഷ്യൽ എഡ്യൂക്കേറ്റർ അനുഗ്രഹ ലീ ജോൺ, രക്ഷകർത്താവ് സിന്ധു പ്രകാശ് എന്നിവർ അവാർഡുകൾ ഏറ്റുവാങ്ങി. വിമുക്ത ഭടനെ ആദരിച്ചു. ശ്രേയസ് കോഴിക്കോട് മേഖല നാരങ്ങത്തോട് യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ ആനിക്കാമ്പൊയിൽ സംഘടിപ്പിച്ച ആദരിക്കൽ ചടങ്ങ് യൂണിറ്റ് ഡയറക്ടർ ഫാദർ സിജോ പന്തപ്പള്ളി ഉദ്ഘാടനം ചെയ്തു. യൂണിറ്റ് പ്രസിഡന്റ് PC ചാക്കോ അധ്യക്ഷത വഹിച്ചു. മേഖലാ കോർഡിനേറ്റർ ലിസി റജി മുഖ്യ സന്ദേശം നൽകി. പ്രസ്തുത ചടങ്ങിൽ വിശിഷ്ടാതിഥിയായ വിമുക്ത ഭടൻ ശ്രീ വിജയകുമാറിനെ ഫാദർ സിജോ പന്തപ്പള്ളിയിൽ പൊന്നാട അണിയിച്ച് ആദരിച്ചു. യൂണിറ്റ് വൈസ് പ്രസിഡന്റ് ജോസ് നിരാപ്പുഴ, ജോൺസൺ CDO ഗ്രേസിക്കുട്ടി വർഗീസ്, ബീന ജോസ് എന്നിവർ നേതൃത്വം നൽകി. നിർധനരായ രോഗികൾക്കുള്ള ധനസഹായ വിതരണം സംഘടിപ്പിച്ചു. ശ്രേയസ് പുൽപ്പള്ളി യൂണിറ്റിൽ കേക്ക് ചലഞ്ചിലൂടെ സമാഹരിച്ച ധനസഹായ തുക രോഗികൾക്ക് വിതരണം ചെയ്തു. യൂണിറ്റ് ഡയറക്ടർ ഫാദർ വർഗീസ് കൊല്ലമാവുടിയിൽ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ പുൽപ്പള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ TS ദിലീപ് കുമാർ ഉദ്ഘാടനം ചെയ്തു. ശ്രേയസ് മേഖലാ പ്രോഗ്രാം കോർഡിനേറ്റർ ഷാൻസൺ KO, 5-ാം വാർഡ് മെമ്പർ ശ്രീമതി ഉഷ ടീച്ചർ, 15-ാം വാർഡ് മെമ്പർ ജോഷി ചാരുവേലിൽ, ശ്രേയസ് പുൽപ്പള്ളി യൂണിറ്റ് പ്രവർത്തകരായ ജിനി ഷജിൽ, സിന്ധു ബേബി എന്നിവർ സംസാരിച്ചു. യൂണിറ്റ് ഭാരവാഹികൾ, കമ്മിറ്റി അംഗങ്ങൾ എന്നിവർ നേതൃത്വം നൽകി. നിയമ ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു. ശ്രേയസ് ചെതലയം യൂണിറ്റിന്റെ നേതൃത്വത്തിൽ നിയമ ബോധവൽക്കരണ ക്ലാസ് സ്വാശ്രയ സംഘ അംഗങ്ങൾക്കായി സംഘടിപ്പിച്ചു. യൂണിറ്റ് ഡയറക്ടർ ഫാദർ കുര്യാക്കോസ് പൂവത്തുംകുന്നേൽ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ പുൽപ്പള്ളി പോലീസ് സ്റ്റേഷനിലെ സബ് ഇൻസ്പെക്ടർ ശ്രീ മനോജ് ക്ലാസ് എടുത്തു. മേഖലാ കോർഡിനേറ്റർമാരായ ശ്രീ KO ഷാൻസൺ, ശ്രീമതി ബിനി തോമസ് എന്നിവർ സംസാരിച്ചു. യൂണിറ്റ് പ്രവർത്തകരും കമ്മിറ്റി അംഗങ്ങളും പരിപാടികൾക്ക് നേതൃത്വം നൽകി. കേക്ക് ചലഞ്ചിലൂടെ സമാഹരിച്ച തുക കൈമാറി. ശ്രേയസ് പുൽപ്പള്ളി മേഖലയിലെ ചെറ്റപ്പാലം യൂണിറ്റിന്റെ നേതൃത്വത്തിൽ കേക്ക് ചലഞ്ചിലൂടെ സമാഹരിച്ച തുക മിത്രം സഹായ പദ്ധതിയിലൂടെ ശ്രേയസ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഫാദർ ഡേവിഡ് ആലിങ്കൽ വിതരണം ചെയ്തു. യൂണിറ്റ് ഡയറക്ടർ ഫാദർ കുര്യാക്കോസ് പോത്തിൻകുന്നേൽ, മേഖലാ പ്രോഗ്രാം ഓഫീസർ ശ്രീ ഷാൻസൺ KO, ശ്രീമതി ബിനി തോമസ്, യൂണിറ്റ് പ്രസിഡന്റ് മാത്യൂസ്, സെക്രട്ടറി സലീൽ, യൂണിറ്റ് പ്രവർത്തകരായ ജിൻസി ബിനോ, എലിസബത്ത്, മറ്റു കമ്മിറ്റി അംഗങ്ങൾ എന്നിവർ നേതൃത്വം നൽകി. ക്യാൻസർ ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു. ശ്രേയസ് നീലഗിരി മേഖലയുടെ നേതൃത്വത്തിൽ ക്യാൻസർ ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു. മേഖലാ ഡയറക്ടർ ഫാദർ ജേക്കബ് ചുണ്ടക്കാട്ട് പരിപാടി ഉദ്ഘാടനം ചെയ്തു. ശ്രീ നാഗരാജ്, മേഖലാ കോർഡിനേറ്റർ കുര്യാക്കോസ് എന്നിവർ ക്ലാസ് എടുത്തു. ചെളിവയിൽ യൂണിറ്റ് പ്രോഗ്രാം കോർഡിനേറ്റർ ഷൈനി, പ്രീതി ബോബൻ എന്നിവർ സംസാരിച്ചു. സംഘവാർഷികം സംഘടിപ്പിച്ചു. കാസർഗോഡ് മേഖലയിൽ വിവിധ യൂണിറ്റുകളിലെ സ്വാശ്രയ സംഘങ്ങളായ സ്നേഹതീരം, നിറദീപം അയൽക്കൂട്ടങ്ങളുടെ വാർഷികം സംയുക്തമായി സംഘടിപ്പിച്ചു. യൂണിറ്റ് പ്രസിഡന്റ് ശ്രീമതി മായ തോമസ് അധ്യക്ഷത വഹിച്ച പരിപാടി കയ്യൂർ ചീമേനി ഗ്രാമപഞ്ചായത്ത് മെമ്പർ ശ്രീമതി ശശികല ഉദ്ഘാടനം ചെയ്തു. ന്യൂട്രീഷൻ ക്ലാസ് സംഘടിപ്പിച്ചു. ശ്രേയസ് മാനന്തവാടി മേഖലയിലെ പേരിയ യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ വെള്ളമുണ്ട ന്യൂട്രീഷൻ സെന്റർ ജീവനക്കാർ, ഡോക്ടേഴ്സ് എന്നിവരുടെ നേതൃത്വത്തിൽ പോഷകാഹാരത്തിലൂടെ ശരീര സംരക്ഷണം എന്ന വിഷയത്തിൽ ക്ലാസ് സംഘടിപ്പിച്ചു. യൂണിറ്റ് പ്രസിഡന്റ് ജോയി വർഗീസ്, CDO സിന്ധു ഷാജി, കമ്മിറ്റി അംഗങ്ങളായ ജാസ്മിൻ, റോസമ്മ, ലില്ലി എന്നിവർ നേതൃത്വം നൽകി. ജീവിതശൈലി രോഗനിർണയ ക്യാമ്പ് സംഘടിപ്പിച്ചു. ശ്രേയസ് കാസർഗോഡ് മേഖലയിലെ തിരുമേനി യൂണിറ്റിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന സൗഭാഗ്യ സ്വാശ്രയ സംഘത്തിന്റെ നേതൃത്വത്തിൽ ജീവിതശൈലി രോഗനിർണയ ക്യാമ്പ് സംഘടിപ്പിച്ചു. MLSP ശ്രീമതി ആതിര, JHI അശ്വതി പ്രദീപ് എന്നിവർ ജീവിതശൈലി രോഗനിർണയം നടത്തുകയും JPHN ശ്രീമതി ഫൗസിയ മോൾ ആരോഗ്യ ക്ലാസ് നടത്തി.
40 ആളുകൾ പങ്കെടുത്ത പരിപാടിയിൽ തിരുമേനി യൂണിറ്റ് ട്രഷറർ ശ്രീമതി സിനി ബിജു എന്നിവർ സംസാരിച്ചു. യൂണിറ്റ് ഭാരവാഹികൾ, പ്രവർത്തകർ എന്നിവർ നേതൃത്വം നൽകി. നേതൃത്വ പരിശീലന ക്ലാസ് സംഘടിപ്പിച്ചു. ശ്രേയസ് പുൽപ്പള്ളി മേഖലയിലെ പൂതാടി യൂണിറ്റിന്റെ നേതൃത്വത്തിൽ സ്വാശ്രയ സംഘങ്ങളുടെ ഭാരവാഹികൾക്ക് പാലിയേറ്റീവ് ദിനത്തിന്റെ ഭാഗമായി നേതൃത്വ പരിശീലന ക്ലാസ് സംഘടിപ്പിച്ചു. ശ്രീമതി ജീന മാത്യു, സീത തുടങ്ങിയവർ നേതൃത്വം നൽകി. ആക്ഷൻ പ്ലാൻ വർക്ക്ഷോപ്പ് സംഘടിപ്പിച്ചു. കോഴിക്കോട് മേഖല വിലയിരുത്തലിനോട് അനുബന്ധിച്ച് 2024-25 വർഷത്തിലെ മേഖല ആക്ഷൻ പ്ലാൻ തയ്യാറാക്കൽ വർക്ക്ഷോപ്പ് സംഘടിപ്പിച്ചു. വിവിധ സ്വാശ്രയ സംഘങ്ങളിലെ പ്രസിഡന്റ്, സെക്രട്ടറി, യൂണിറ്റ് CDO, കമ്മിറ്റി അംഗങ്ങൾ എന്നിവർ പങ്കെടുത്ത പരിപാടിക്ക് മേഖലാ ഡയറക്ടർ ഫാദർ തോമസ് മന്നിത്തോട്ടം നേതൃത്വം നൽകി. കുടുംബസംഗമം സംഘടിപ്പിച്ചു. ശ്രേയസ് നീലഗിരി മേഖലയിലെ മാങ്ങോട് യൂണിറ്റ് വെട്ടുവാടി ഏരിയ കുടുംബസംഗമവും സ്വാശ്രയ സംഘത്തിന്റെ സിൽവർ ജൂബിലി ആഘോഷവും വിവിധ പരിപാടികളോടെ നടത്തി. ആഘോഷത്തോടനുബന്ധിച്ച് നടന്ന സാംസ്കാരിക സമ്മേളനത്തിൽ യൂണിറ്റ് കമ്മിറ്റി അംഗമായ പഞ്ചായത്ത് യൂണിയൻ കൗൺസിലർ ശ്രീമതി യശോദ അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് മെമ്പർ ശ്രീ ഹനീഫ മാസ്റ്റർ പരിപാടി ഉദ്ഘാടനം ചെയ്തു. ചേരങ്കോട് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശ്രീ ചന്ദ്രബോസ് മുഖ്യ സന്ദേശം നൽകി. ശ്രേയസ് നീലഗിരി മേഖലാ കോർഡിനേറ്റർ കുര്യാക്കോസ് EP, യൂണിറ്റ് കമ്മിറ്റി സെക്രട്ടറി ഓമന സണ്ണി, യൂണിറ്റ് പ്രോഗ്രാം കോർഡിനേറ്റർ ബേബി എന്നിവർ സംസാരിച്ചു. തുടർന്ന് 25 വർഷം പൂർത്തിയാക്കിയ അംഗങ്ങളെയും ദീർഘകാലം സ്വാശ്രയ സംഘത്തെ മുന്നിൽ നിന്ന് നയിച്ച ഭാരവാഹികളെയും ആദരിച്ചു. തുടർന്ന് തേജസ്, ബാലജ്യോതി കുട്ടികളുടെ നേതൃത്വത്തിൽ കലാപരിപാടികൾ അവതരിപ്പിച്ചു. യൂണിറ്റ് ജോയിന്റ് സെക്രട്ടറി ലളിതാമ്മ, ലത എന്നിവർ നേതൃത്വം നൽകി. അയൽക്കൂട്ട വാർഷികം സംഘടിപ്പിച്ചു. പുത്തൂർവയൽ യൂണിറ്റിന്റെ കീഴിലുള്ള ഗായത്രി, വനിത എന്നീ അയൽക്കൂട്ടങ്ങളുടെ വാർഷികം നടത്തി. യൂണിറ്റ് പ്രോഗ്രാം കോർഡിനേറ്റർ KP ഷാജു അധ്യക്ഷത വഹിച്ചു. കുട്ടികളുടെ പരിപാടികളും വയോജനങ്ങളെ ആദരിക്കലും നടത്തി. കലാപരിപാടികൾ അവതരിപ്പിച്ച കുട്ടികൾക്ക് സമ്മാനദാനം നിർവഹിച്ചു. ശ്രീമതി ഗ്രേസി, ശാന്ത, സീനത്ത്, മിനി എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.